എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. ഫ്ലൈ വീൽസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പൊ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഷോറൂം ആണ്, അതിന്റെ രണ്ടാമത്തെ സെക്ഷൻ ആണ്, അത് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ₹1 പോലും ഡൗൺ പേയ്മെന്റ് അടക്കാതെ നമുക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ കുറെ വണ്ടികൾ നമുക്ക് ഇവിടെ മുകളിലുണ്ട്. അതായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. സ്വിഫ്റ്റ്, i20, അതുപോലെ തന്നെ i10, അതുപോലെ തന്നെ വാഗനർ, ഇയോൺ, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് കാണാം. അതാണ് ആദ്യത്തെ പാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇന്നതേ നമ്മളുടെ കൂടെ ഉള്ളത് അജ്മലിക്കയാണ്, നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ഓണറാണ്. അപ്പൊ ഇക്കയാണ് നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇക്ക ഇതിപ്പോ കുറെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എന്തായാലും i20 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ i20 കുറച്ച് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ രണ്ടാമത്തെ അല്ലേ നമ്മൾ i20 പരിചയപ്പെടുത്തുന്നത്? ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2017 മോഡൽ i20 ആണ്. മാഗ്ന വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 67,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ വിലഭാഗം വരുമ്പോഴത്തേനും നമുക്ക് 4,85,000 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ ആണ്, പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ഫിനാൻസ് തന്നെ കിട്ടാവുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ? ഓക്കെ, ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ പക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു i20 ആണ്. i20 ഒക്കെ ഫുൾ ലോണിലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അതാണ് വേറൊരു കാര്യം. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ ഹ്യുണ്ടായുടെ i10 ആണ്. എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേനും 2018 മോഡല് ഹ്യുണ്ടായ i10 ആണ്. വണ്ടി വരുമ്പോഴത്തേനും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ വരുമ്പോഴത്തേനും 60,000 കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ എല്ലാ വണ്ടികളും പോലെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും തന്നെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടാണ് കയറ്റിയിടുന്നത്. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ട് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തതിന്റെ ഒരു ഇതേ ഉള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് വിലഭാഗം വരുമ്പോഴത്തേനും നമ്മൾ ചോദിക്കുന്നത് 3,95,000 രൂപയാണ്. ഏകദേശം ഇതും ഫുൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് കിട്ടും. ഓക്കെ, അടുത്തത് സ്വിഫ്റ്റ് കുറെ ഉണ്ടല്ലോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേക്കാം? കൺഫ്യൂഷൻ ആണ് ഏത് ഭാഗത്തു നിന്ന് തുടങ്ങണമെന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതൊരു കായംകുളം രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ്? ഇത് വരുമ്പോ 2017 മോഡല് സ്വിഫ്റ്റ് VXI വണ്ടിയാണ്. സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി കിലോമീറ്റർ 75,000 ആണ് കിടക്കുന്നത്. ജെനുവിൻ അല്ല, ഫിനാൻസിന്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ മറിച്ച് വെച്ചേക്കണാണ്. വേറെ കസ്റ്റമർക്ക് ഓൾറെഡി ലോൺ ആയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു ഇപ്പൊ. കാരണം പല ആൾക്കാരും ചിലപ്പോ വീഡിയോയിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് വീഡിയോയിൽ പറയാൻ നമുക്ക് എന്ത് പോരായിട്ടുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കും. കാരണം നമ്മുടെ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഏരിയയിലുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും വളരെ സാധാരണക്കാരെ ഇവര് രണ്ടാഗ്രഹം കൊണ്ടാണ് ഇവിടെ വരുന്നത്. ഒന്ന് ആഗ്രഹം കൊണ്ടും ഒന്ന് ആവശ്യം കൊണ്ടും. അല്ലാണ്ട് കാശ് ഒരുപാട് ഇരുന്നിട്ട് ഒരെണ്ണം എടുത്തേക്കാം, അച്ഛനൊരെണ്ണം വേണം, മകനൊരെണ്ണം വേണം, അങ്ങനെ ആരും വരാറില്ല. നമ്മൾ അങ്ങനെയുള്ളവരെ പറ്റിക്കാറുമില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ പറ്റില്ല 100% പെർഫെക്റ്റ് ആവണമെന്നില്ല ഒരു കച്ചവടം. ചെറിയ ചെറിയ കേസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പം വണ്ടിയാണ് 100% ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചെറുതല്ല, മേജർ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് സഹായിക്കുകയും ചെയ്യും. കാരണം ചെറിയ ചെറിയ കേസൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അവർ സ്വയം മനസ്സിലാക്കി അവര് ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രേക്ക് പാഡ്, അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു 60,000-70,000 കിലോമീറ്റർ ആകുമ്പോൾ മാറേണ്ടതാണ്. അതുകൂടി ബ്രേക്ക് പാഡ് കുറച്ചിട്ട് വന്നു, ബ്രേക്ക് പാഡ് മാറണം, ബാറ്ററി ഡൗൺ ആയി പോയി. ഇതൊന്നും നമ്മള് ചെയ്യുന്ന കാര്യങ്ങളല്ല. ബാറ്ററി നമുക്ക് എല്ലാ വണ്ടിയിലും ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു വണ്ടിയുടെ ബാറ്ററി ഊരി മാറ്റി വെക്കാറില്ല. നമുക്ക് വന്ന കണ്ടീഷനിൽ കിട്ടണം. പിന്നെ ഇവിടെ വന്നിടുമ്പോഴത്തേനും 2-3 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ സ്റ്റാർട്ട് ആക്കാണ്ട് കിടക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ചെറിയ സ്റ്റാർട്ടിങ് മടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന കേസൊക്കെ ഉള്ളു. അതൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കുക എന്ന് പറയാം. അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ വില നമ്മൾ പറഞ്ഞായിരുന്നോ? ഇതിന്റെ വില നമ്മൾ പറഞ്ഞില്ല. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 4,75,000 രൂപ. 4,75,000 ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളൊരു സ്വിഫ്റ്റ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേനും 2016 മോഡല് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി 16-15 മോഡൽ 16 രജിസ്ട്രേഷൻ ആണ്.
സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഉം. വണ്ടി 60,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഓക്കെ. വണ്ടി വില വരുമ്പോ തന്നെ നമുക്ക് 4,45,000 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ആ 4,45,000. സ്വിഫ്റ്റിന്റെ വിലയും ചെറുതായിട്ട് തെറ്റിപ്പോയി. അത് നമുക്ക് 4,45,000 രൂപയ്ക്ക് കൊടുക്കാന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു ആൾട്ടോയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. LXA വേരിയന്റ് വരുന്ന വണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ KL36 രജിസ്ട്രേഷനിൽ തന്നെ നടക്കുന്ന വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 53,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി പക്ക നീറ്റ് ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാ. ക്ലീൻ ആണ് ട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലീൻ വണ്ടി. വണ്ടി വില വരുമ്പോ തന്നെ നമുക്ക് 3,25,000 രൂപ ചോദിക്കുന്നു. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് മാന്യമായി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. അടുത്തത് i20 ആണ് പരിചയപ്പെടുത്തുന്നത്. 2 i20 ഉണ്ട്. 2 നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഇത് രണ്ടും നമ്മുടെ നാട്ടിലെ തന്നെ വണ്ടി. KL36 ജിയും KL36H രണ്ടും 2018 വണ്ടിയാണ്. ഒരെണ്ണം ഡീസലും ഒരെണ്ണം പെട്രോൾ വേരിയന്റും ആണ്. KL36H 39 എന്ന് പറഞ്ഞ ഈ വണ്ടിയാണ് പെട്രോൾ വേരിയന്റ് വരുന്ന വണ്ടി. ഇത് വരുമ്പോഴത്തേനും നമുക്ക് വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ എഗ്രിമെന്റ് എഴുതി തരും. ഗ്യാരണ്ടി വണ്ടിയാണ്. വണ്ടി വില നമ്മൾ ചോദിക്കുന്നത് 5,85,000 രൂപയാണ് ചോദിക്കുന്നത്. മാന്യമായി നെഗോഷ്യബിൾ ചെയ്ത് തരാം. സെയിം പ്രൈസിൽ വരുന്ന ഡീസൽ വണ്ടിയാണിത്. 2019 ഡീസൽ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. പക്ഷെ ഇത് 25,000 ആണെങ്കിൽ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ ഡീസലാണ്. ഡീസൽ ആയതുകൊണ്ടാണ് വില വ്യത്യാസം വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ്. 2 സ്വിഫ്റ്റ് ഉണ്ട് കേട്ടാ. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും? ഇത് വരുമ്പോ 2014 ഒരു 11 ആണ് വരുന്നത്. അതുപോലെ ഡീസലും പെട്രോളും ആണ്. VXIയും അതുപോലെ തന്നെ VDIയും ആണ്. ഓക്കെ. എങ്ങനെയാണ് മോഡൽ? ഇത് 2014 VXI വേരിയന്റ് വരുമ്പോഴത്തേനും നമുക്ക് 4,10 ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 11 വരുമ്പോഴത്തേനും നമുക്ക് 2,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഫിനാൻസ് കിട്ടും? 11 ഫിനാൻസ് കിട്ടും. ഞാൻ പറയില്ല, ഇയർ കുറയണനുസരിച്ച് അടവ് കൂടും. അതേ പ്രശ്നം. ഈ 11 എന്നൊക്കെ പറയുമ്പോഴത്തേനും മാക്സിമം വല്ല സ്വർണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണയം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് മറ്റേ EMI പോലെ മാസാമാസം കറക്റ്റായിട്ട് അടയ്ക്കണ്ട. അടക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EMI ആയിട്ട് അടക്കണ്ട, നമ്മുടെ കയ്യിലുള്ളത് പോലെ കൊണ്ട് അടയ്ക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2011 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്ക പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാട്ടോ അങ്ങനെ പറഞ്ഞത്. നമ്മളൊരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യണമായിരിക്കും നല്ല. കാരണം അല്ലെങ്കിൽ പിന്നെ 1 വർഷം അല്ലെ 2 വർഷമൊക്കെ മാക്സിമം EMI കിട്ടും. പക്ഷെ 2 വർഷത്തേക്ക് കണ്ടമാനം മാക്സിമം. അതെ, ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് റെഡി ക്യാഷ് കൊടുത്ത് തന്നെ എടുക്കണതായിരിക്കും. ഇനി അടുത്ത വീണ്ടും നമ്മൾ 2 സ്വിഫ്റ്റ് ആണ്. അപ്പൊ എന്തോരം സ്വിഫ്റ്റ് ആണത്? സ്വിഫ്റ്റ് നമുക്ക് ഏകദേശം അറൗണ്ട് ഒരു 16-17 സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ. ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് നോർമൽ. ഓക്കെ. ഇതെങ്ങനെയാണിത്? ഇത് 16 മോഡൽ വണ്ടിയാണ്. ഓക്കെ. ഇത് ഡീസലാണ്. ഡീസൽ വേരിയന്റ് വണ്ടി കിടക്കുന്ന വണ്ടിയാണ്. 2016 വണ്ടി. ഇതാണ് 4,75,000 രൂപ വണ്ടി. നേരത്തെ സെയിം ഗ്രേ കളർ വണ്ടി മാറിപ്പോയതാണ്. 2016 വണ്ടിയാണ്. 4,75,000 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഏതാണ്ടോ 1,00,000 കിലോമീറ്റർ ആണ്. ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡീസലാണ്. അപ്പൊ ഏകദേശം ഒരു 10-20-25 മൈലേജ് ഒക്കെ കിട്ടൂട്ടോ നമുക്ക്. അടുത്തത് ഡിസയർ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് 2013 ഡീസൽ വേരിയന്റ് വന്ന വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ വില ഭാഗം വരുമ്പോഴത്തേനും 3,65,000 രൂപ നമുക്ക് കൊടുക്കാം. 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇവിടെ എനിക്ക് കൂടുതൽ തോന്നുന്നു മിക്കതും സിംഗിൾ ഓണർ സെക്കൻഡ് ഓണറിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. അതിലും കൂടിയ ഓണർഷിപ്പിലുള്ളതല്ല കേട്ടോ. അടുത്ത നമ്മൾ ഇതേ കാണുന്ന ഇയോൺ ആണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ ഇയോൺ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ വില ഭാഗം വരുമ്പോഴത്തേനും 2,45,000 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ആ കാണുന്ന സ്കോർപിയോയിലേക്ക് പോകാം. എങ്ങനെ സ്കോർപിയോയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ? സ്കോർപിയോ 2008 മോഡൽ വണ്ടിയാ. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കണം. 2028 വരെ പേപ്പർ ഉണ്ട്. ഏകദേശം 1,25,000 കിലോമീറ്റർ കണ്ടാണ് ഓടിയേക്കണത്.
വണ്ടിയുടെ വിലഭാഗം വരുമ്പോഴത്തേനും നമുക്ക് 2,15,000 രൂപയാണ് ചോദിക്കുന്നത്. 2,15,000. സെയിം ബ്ലാക്ക് 2007 നമുക്ക് കിടപ്പുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് വാഗനാർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേനും 2018 മോഡൽ CNG വണ്ടിയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആൾട്ടോണർ ഇറക്കണ പോലെ തന്നെ നമുക്ക് CNG വേരിയന്റ് വരുന്ന വാഗണറാണ്. ടാക്സി പർപ്പസ് ഒക്കെ ആക്കണമെങ്കിൽ ആക്കാം. അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല, 78,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണത്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ 35,000 കിലോമീറ്റർ മൈലേജ് കിട്ടും. 35 മൈലേജ് കിട്ടും. നല്ല വണ്ടി, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി CNG വണ്ടിയാണ്. കമ്പനി CNGയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ തീരെ കുറവായിരിക്കും. തീരെ കുറവെന്നല്ല, പൊതുവെ കംപ്ലൈന്റ് വരാറില്ല. പെട്രോൾ വേരിയന്റിന് കൊണ്ടു നടക്കുന്ന പോലെ തന്നെ കമ്പനി CNGക്ക്, പുറത്ത് വരുന്ന CNGക്ക് ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. ഓക്കെ, സ്വിഫ്റ്റ് ഇത് പറഞ്ഞു 2017 മോഡൽ സ്വിഫ്റ്റ് ആണ്. നമ്മുടെ ഫേസ് ലിഫ്റ്റ് വന്നതിന് മുമ്പുള്ള 2018 പുതിയ ഷേപ്പ് വരുന്നത്. 2017 ലാസ്റ്റ് വേരിയന്റ് ആണ്. 2017 VXI വേരിയന്റ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാ. ചെറിയ പറഞ്ഞ പോലെ തന്നെ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. വണ്ടിയുടെ വിലഭാഗം വരുമ്പോഴത്തേനും നമുക്ക് 4,75,000 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും 4,70,000 4,95,000 രൂപ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരാം. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ TUV ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേനും 2016 മോഡൽ TUV T8 ആണ്. അലൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ഡോക്ടർ യൂസ്ഡ് അല്ലെങ്കിൽ ലോയർ യൂസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ കുറെ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ് അതെടുത്ത് പറയുമ്പോഴത്തേക്കും. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ തന്നെ 2016 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 7 സീറ്റ് ആണ്. 18 ഈ എർട്ടിക പോലെ തന്നെ 18 മൈലേജ് കിട്ടും. അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൊലോറോ പോലല്ല, ബൊലോറിനെ സംബന്ധിച്ച് ഇച്ചിരി കുലുക്കം കൂടുതലാണ് ഏകദേശം. പിന്നെ എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. ടിയുവിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 5,65,000 രൂപയാണ് ചോദിക്കുന്നത്. മാന്യമായി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാവുന്ന. മഹേന്ദ്രയുടെ വണ്ടിക്ക് ഫിനാൻസുകാരുടെ വാല്യൂഷൻ ഗ്രിഡ് കുറവാണ്. ഏകദേശം 1 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അതിപ്പം ഇത് XUV ആണേലും TUV ആണേലും ബൊലോറോ ആണേലും എല്ലാ വണ്ടിക്കും മഹേന്ദ്രയുടെ വാല്യൂഷൻ ഗ്രിഡ് കുറവാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ സുസുക്കിയുടെ മാരുതിയുടെ വണ്ടികൾക്കാണ് തോന്നുന്നു കുറച്ച് ഡൗൺ പേയ്മെന്റ് കുറച്ച് കിട്ടുന്നത്. ഒരു 50,000 ഒക്കെ അല്ലെങ്കിൽ 60,000 70,000 ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള വണ്ടി. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ, അടുത്ത നമ്മൾ ഇയോൺ ആണ് പരിചയപ്പെടുത്തുന്നത്. ഇയോൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2016 വേരിയന്റ് വരും. 16 മോഡൽ 15 മോഡൽ 16 രജിസ്ട്രേഷൻ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷന് വണ്ടി വരുന്നതാണ്. 2,25,000 രൂപയാണ് ചോദിക്കുന്നത്. ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണോ? സെക്കൻഡ് ഓണർഷിപ്പ് 42,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. അപ്പൊ അടുത്തത് നമ്മൾ ആൾട്ടോയാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ വണ്ടിയാണ്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷന് വരുന്ന വണ്ടിയാ. 2,45,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഇത് ഏകദേശം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ. ഫുൾ ഫിനാൻസിൽ കിട്ടും. അതെ. ഇനി അടുത്ത നമ്മൾ ലാസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നത് വാഗനാർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? അത് 2011 വണ്ടിയാണ്. 11 വാഗണർ VXI വണ്ടിയാണ്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. 11-ന്റേതായോണ്ട് ടെസ്റ്റ് ഒക്കെ അടുത്തു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ 2010 വണ്ടികളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പേപ്പർ വരുന്നത്. ഏകദേശം 2,25,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലേ? ഓക്കെ.